ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല എറണാകുളം റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന 20 സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ്. PWD റോഡിന് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടി പോകുന്ന റോഡ്. ഇതാണ് റോഡിൽ നിന്നുള്ള വീടിൻ്റെ ദൃശ്യം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങളിന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. 20 സെൻറ്റിലാണ് 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ ഗേറ്റ് കാണുന്നു. വീടിൻ്റെ മുറ്റത്തൊക്കെ നാച്ചുറൽ സ്റ്റോൺ പതിപ്പിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ്. ഇതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി ചെയ്തു കഴിഞ്ഞാൽ വീട് കുറച്ചും കൂടി മനോഹരമാകുന്നതാണ്. ഇതൊക്കെ പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. മഴ ആയതുകൊണ്ട് പെയിൻറ്റിങ് വർക്ക് നടക്കുന്നില്ല. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ സമയം 5, 6, 7 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല ഒരു ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടുവരാം. ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വിലയിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ്. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെഞ്ച് പോലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. ആണ് കിച്ചൻ്റെ ഡോറ് വരുന്നതാണ്. ഇതാണ് പുറകോട്ടുള്ള ഒരു സ്ഥലമാണ് കാണുന്നത്. ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ആയതുകൊണ്ട് പുല്ലൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഏറ്റവും അങ്ങേയറ്റം വരെയുള്ള ആ ഒരു ഏരിയ ആണ് 20 സെൻറ്റിൽ വരുന്നത്. ഈ വീടിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും റൂഫ് ചെയ്തിരിക്കുന്നതാണ്. അതുകൂടി കാണിക്കാം. നല്ല വീതിയുള്ള ടാറിംഗ് റോഡിൻ്റെ സൈഡിലൊക്കെ വീട് വേണം, വില്ല പ്രോജക്റ്റുകളൊന്നും വേണ്ട എന്ന് പറയുന്നവർക്ക് പറ്റുന്ന ഒരു വീടാണ്. ഇവിടെ വെള്ളത്തിനായിട്ട് 24 മണിക്കൂറും ശുദ്ധജലം ലഭിക്കുന്ന, ഇവിടെ ഒരു 8-10 വീട്ടുകാർക്ക് ഒരു കിണറ്റിൽ നിന്ന് തന്നെയായിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോർവെല് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുള്ളവർക്ക് ഈ വീടിൻ്റെ പുറകിൽ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇതാണ് നമ്മൾ മുകളിലത്തെ റൂഫിങ്ങിൻ്റെ ഒരു കാഴ്ചകൾ. അത്യാവശ്യം ഒരു നല്ല പാർട്ടിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോവാം. നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു വീടാണ്. ഇപ്പം പാലാഭാഗത്തൊക്കെ 20 സെൻറ്റിലൊക്കെ ഉള്ള വീടുകൾ ഈ റേഞ്ചിൽ കുറവാണ്. ഒരു വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റ് ഔട്ടിലെയും കാർ പോർച്ചിലേക്ക് പില്ലറുകളിലൊക്കെ നല്ല വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച ജനൽപ്പാളികളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഒരു L ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ L ഷേപ്പിലുള്ളൊരു സിറ്റ് ഔട്ട് വരുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കാറ്റ് കൊള്ളാനൊക്കെ പറ്റുന്ന ഒരു രീതിയിൽ വടക്ക് പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് സിറ്റ് ഔട്ടിൽ നിന്നുള്ള നമ്മുടെ റോഡിൻ്റെ ഒരു ദൃശ്യം വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു മുറ്റവും അതോടൊപ്പം നല്ല വീതിയേറിയ ഒരു ടാറിംഗ് റോഡും ഫ്രണ്ടേജായിട്ട് വരുന്നു. ഇതാണ് നമ്മുടെ ഒരു തലയെടുപ്പുള്ള
നല്ല ഒരു തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഫോട്ടോ ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ലിവിങ് ഹാളിലേക്കാണ്. ലിവിങ് ഹാളിലും അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ, ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ്, LED ലൈറ്റ്, ട്യൂബ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 4 വാളയുടെ ഒരു ജനലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ലിവിങ് ഹാളിലെ ഒരു ഇൻറ്റീരിയർ വർക്കിൻ്റെ ഒരു ദൃശ്യം വരുന്നത്. ലിവിങ് ഹാളിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയായിട്ടാണ് ഡൈനിങ് ഏരിയയും വരുന്നത്. അങ്ങോട്ട് കയറുന്ന ആ ഭാഗത്തെല്ലാം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതാണൊരു വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ. അതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ വർക്കുകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് തന്നെ. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ, ഡൈനിങ് ഏരിയയുടെ അല്പം ഉള്ളിലേക്ക് മാറിയിട്ടൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയും കൂടുതൽ പ്രകാശവും വായു ലഭിക്കുന്നതിനായിട്ട് 3 പാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ക്ലാഡിംഗ് ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. കെറോവൈറ്റിൻ്റെ വാഷ് ബേസിനൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റൂമുകളായിട്ട് കാണാം. ഇവിടെ ഒരു ടിവിക്കുള്ള ഒരു പോയിൻ്റ് ഈ ഡൈനിങ് ഹാളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഒരു 4 വാളയുടെയും ഒരു 3 വാളയുടെയും ജനലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫാനുകൾ, LED ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റുകളെല്ലാം ഈ റൂമിലും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില ആദ്യം തന്നെ പറഞ്ഞിരുന്നു, 1,10,00,000 രൂപയാണ്. 20 സെൻറ്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. PW റോഡിന് സമീപത്തായിട്ടാണ്. ഈ റൂമിലും തേക്കിൻ തടി പണി കഴിപ്പിച്ച ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബാത്റൂമിന് ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പുതിയ ഡിസൈനിലുള്ള ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് ആ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൽ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ടൈലെല്ലാം അപ്പോക്സി ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണിത്. ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. അവിടുന്ന് അതിനുശേഷം നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. ഡൈനിങ് ഏരിയയിലും ഫാൻസി ലൈറ്റ്, ട്യൂബ് ലൈറ്റ്, LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ജനൽ കർട്ടനൊക്കെ വാങ്ങുക, പിന്നെ കട്ടിൽ വാങ്ങുക, കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വീടിൻ്റെ സ്ഥിതി. 2 റൂമുകൾ അടുത്തടുത്തായിട്ടാണ്, അതിൻ്റെ വാതിലുകൾ അടുത്തടുത്തായിട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. 2ാമത്തെ ബെഡ്റൂമിലും മുമ്പ് കണ്ടതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലൊരു 3 പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. AC പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയിട്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ തടിയിലാണ്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോർ. അതും ഫൈബർ ഡോറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വെള്ളമൊക്കെ നനയുന്നതുകൊണ്ട് അത് പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ബാത്റൂമിന് ഈ ഫൈബർ ഡോറുകൾ യൂസ് ചെയ്യുന്നത്. 2ാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് 3ാമത്തെ ബെഡ്റൂം കാണാം. പാലാ എറണാകുളം റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാലായിലെയും പരിസര പ്രദേശങ്ങളിലെ എല്ലാം സ്കൂൾ ബസ്സുകൾ, കോളേജ് വാഹനങ്ങൾ എല്ലാം ഈ വീടിൻ്റെ മുന്നിൽ കൂടിയുള്ള റോഡിൽ കൂടിയുള്ളതാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ ദൂരത്തിൽ
500-600 മീറ്റർ ദൂരത്തിൽ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റുകൾ, പള്ളി, മറ്റ് കടകൾ എല്ലാം ലഭ്യമാണ്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതിൽ 4 പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ AC പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അല്പം ഉള്ളിലേക്ക് മാറിയിട്ടൊരു 3 പാളിയുടെ ഒരു കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ ഇട്ടിട്ടുണ്ട്. ഷവർ, എക്സോസ് ഫാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. വില 1,10,00,000 രൂപയാണെങ്കിൽ അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ചെയ്തു നൽകുന്നതാണ്. അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. നമുക്ക് 4ാമത്തെ ബെഡ്റൂം കൂടി കാണാം. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. സാധാരണ വീടുകളുടെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്ന പോലെയാണ് ഇവിടുത്തെ ഈ റൂമുകളുടെയൊക്കെ ഡോറ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ, നല്ല ഉറപ്പിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും 4 പാളിയുടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ഫാനും ഫാൻസി ലൈറ്റുകളും ട്യൂബ് ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അല്പം ഉള്ളിലേക്ക് മാറി 2 പാളിയുടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. യാതൊരുവിധ പ്രളയ ഭീഷണിയോ വെള്ളപ്പൊക്ക ഭീഷണിയോ ഒന്നും ബാധിക്കാത്തൊരു മേഖലയാണ്. റോഡിൽ നിന്നും അല്പം ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ല മനോഹരമായിട്ടുള്ള, നല്ല തലയെടുപ്പുള്ള ഒരു വീടാണ്. നല്ല രീതിയിലുള്ള ടാറിംഗ് റോഡ് സൈഡിൽ അല്പം സ്ഥലം കൂടുതൽ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ 20 സെൻറ്റും വീടും പറ്റുന്നതാണ്. അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള ഡോറ് വരുന്നത്. നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. നല്ല മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണിത്. മാറ്റിനി സ്റ്റൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിനുള്ള പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. സ്റ്റോർ റൂമാണ് ആ കാണുന്നത്. കിച്ചണിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിച്ചൺ നല്ല മനോഹരമായിട്ട് പണിതിട്ടുണ്ട്. ഇലക്ട്രിക് ചിമ്മിനി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കബോർഡുകളെല്ലാം പണിത് കഴിപ്പിച്ചിരിക്കുന്നത് തേക്കിൻ്റെ അടിയിലാണ്. നല്ല വലിപ്പമുള്ള കബോർഡുകൾ തന്നെയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇതിലുണ്ട്. ഇതിൻ്റെ ടോപ്പ് വരുന്നത് നാനോ വൈറ്റ് ആണ്. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കട്ടിലും കർട്ടനും ഉണ്ടെങ്കിൽ നമുക്ക് കയറി താമസിക്കാം. ആ തരത്തിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു നോർമൽ കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൻ്റെ ഒരു വാതിൽ വരുന്നത്. നല്ല ഡിസൈനിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. 2 പാളിയുടെ ഒരു ജനലും 1 പാളിയുടെ ജനലുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്തും കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ്, നല്ലൊരു ഏരിയ ഇതിലുമുണ്ട്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ അവിടെ ഇട്ടിട്ടുണ്ട്. മുകളിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇരുപത് സെൻറ്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത്. അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോൺ വേണ്ടവർക്ക് ലോൺ സൗകര്യം അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനിയും പുതിയ പുതിയ വീടുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുന്നിലത്തെ മുറ്റത്തു നിന്നുള്ള ഒരു ദൃശ്യം വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ്.
പാലാ എറണാകുളം റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ്. വീതിയുള്ള ടാറിംഗ് റോഡ് സൈഡിൽ വീട് വേണം, 20 സെൻറ്റ് സ്ഥലം വേണം എന്ന് പറയുന്നവർക്ക് പറ്റിയൊരു വീട്. ചോദിക്കുന്ന വില 1,10,00,000 രൂപ മാത്രമാണ്. വിലയിൽ കാര്യമായ മാറ്റം ഇനിയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.